ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 100% നിയമപരമായി റിസർവ് ബാങ്ക് മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് 100% സുരക്ഷിതമായി, എന്നാൽ കഴിഞ്ഞ 2 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഡിജിറ്റൽ പേയ്മെന്റുകള് ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം തുടങ്ങിയ നിരവധി ആപ്പുകള് പലതും ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും. കഴിഞ്ഞ സാമ്പത്തിക വർഷം 247 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകളാണ് UPI ട്രാൻസാക്ഷനിലൂടെ നടന്നത്. പക്ഷെ അതുകൊണ്ട് ഒരു കസ്റ്റമറായ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നതിനപ്പുറമുള്ള മറ്റ് വലിയ മെച്ചങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റായി ഏതാണ്ട് 2 വർഷം മുമ്പ് ഗുജറാത്തിൽ ആരംഭിച്ച ഒരു ഇന്ത്യൻ UPI വാലറ്റിനെ കുറിച്ചും അത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചുമാണ് ഈ മീറ്റിംഗിൽ ഇന്ന് സംസാരിക്കുന്നത്. SBPay, ദ ഡിജിറ്റൽ പേയ്മെന്റ് റവല്യൂഷൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലോക്കൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം. യൂട്ടിലിറ്റി സേവനങ്ങൾക്കുള്ള ഒരു ഡിജിറ്റൽ വാലറ്റ്. റീചാർജുകൾ ചെയ്യാം, ബില്ല് പേയ്മെന്റ് ചെയ്യാം, വ്യക്തികളുമായിട്ട് പണമിടപാട് നടത്താം തുടങ്ങി ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലെയുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാലറ്റ്. എ യുണീക്ക് എക്കോസിസ്റ്റം. കാരണം ഇതുവരെ നാം കാണാത്ത തരത്തിലുള്ള അത്രയും സുരക്ഷിതത്വവും നിയമപരവുമായ, എന്നാൽ ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ മെച്ചവും നമുക്കുണ്ടാവുന്ന ഒരു പുതിയ എക്കോസിസ്റ്റം. ഇത് മാനേജ് ചെയ്യുന്നത് SB Hub OPC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആണ്. ഇതിന്റെ വിശ്വാസ്യത എന്താണ്, സുരക്ഷിതത്വം എന്താണെന്ന് നമുക്ക് നോക്കാം. മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ അഫയേഴ്സിൽ 2023 രജിസ്ട്രേഷൻ ഉണ്ട്. ഈ ഒരു രജിസ്ട്രേഷൻ ഒരു വിശ്വാസ്യതയുടെ ഒരു നല്ല മാനദണ്ഡമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കർക്കശമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും ഒക്കെ ഈ ഒരു രജിസ്ട്രേഷന്റെ പിറകിലുണ്ട്. ഒരു കസ്റ്റമറെ സംബന്ധിച്ച് നമുക്ക് ഇത് വളരെ ആത്മവിശ്വാസവും സുരക്ഷിതത്വവും നൽകുന്ന ഒരു കാര്യമാണ്. UPI വാലറ്റുകളിൽ നമ്മൾ സൂക്ഷിക്കുന്ന പണം അത് ഒരിക്കലും ആപ്പ് മാനേജ്മെന്റിനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അത് റിസർവ് ബാങ്കിന്റെ ഒരു എസ്ക്രോ സംവിധാനത്തിലാണ് ഉള്ളത്. SDPയിൽ അത് ആക്സിസ് ബാങ്കിന്റെ എസ്ക്രോ സംവിധാനത്തിലാണ് ഉള്ളത്. അത് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് നമുക്കൊരു ബാങ്ക് സുരക്ഷ നൽകുന്നുണ്ട്. ഈ കമ്പനിയുടെ MD ഗുജറാത്തിൽ നിന്നുള്ള മിസ്റ്റർ ധവേൽ പട്ടേലാണ്. 2021 മുതൽ ഇവര് വിജയകരമായി പ്രവർത്തിച്ച ഒരു ട്രാക്ക് റെക്കോർഡും ഉണ്ട്. കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് ഗുജറാത്തിലാണ്. വളരെ അടുത്ത ദിവസം തന്നെ രാജസ്ഥാനിലുള്ള പുതിയ ഓഫീസിന്റെ ഡീറ്റെയിൽസ് കൂടി നൽകാൻ കഴിയും. കൺട്രി വൈസ് ഓൺലൈൻ പേയ്മെന്റ്സ്. ലോകത്തെമ്പാടുമായി നടക്കുന്ന UPI ട്രാൻസാക്ഷന്റെ 81.4% ഇന്ത്യയിലാണ് നടക്കുന്നത്. ഈ UPI ഇടപാടുകളിൽ 47.8% ഫോൺ പേയിലൂടെ നടക്കുന്നു. ഫോൺ പേ ആണ് ഒന്നാം സ്ഥാനത്ത്. 37% ഗൂഗിൾ പേയിലൂടെ നടക്കുന്നു. ബാക്കി വരുന്ന 15.2% മാത്രമാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷന് താഴെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബാക്കി 80ഓളം ആപ്പുകളിലൂടെ നടക്കുന്നുള്ളൂ. പേടിഎമ്മിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അവരുടെ അറ്റാദായം 200 കോടി രൂപയാണ്. ഗൂഗിൾ പേയുടേത് 400 കോടി, ഫോൺ പേ 600 കോടി. ഫോൺ പേ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തോടുകൂടി മൊത്തം അവരുടെ അറ്റാദായം 5000 കോടി രൂപ ക്രോസ് ചെയ്തു. ഇന്ത്യയിൽ ആരംഭിച്ച ഒരു കമ്പനിയാണെങ്കിലും അത് ഇന്ന് വാൾമാർട്ട് എന്ന് പറയുന്ന അമേരിക്കൻ ഭീമൻ കമ്പനിയുടെ കൈകളിലാണ്. ഇന്ന് മുൻനിര UPI ആപ്പുകൾ എല്ലാം തന്നെ വിദേശികളുടെ കയ്യിലാണ്. ആ സമയത്താണ് SD Hub OPC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ഇന്ത്യൻ കമ്പനി മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ആയിട്ട് 2021 പ്രവർത്തനം ആരംഭിച്ചത്. 2023 അവര് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ അഫയേഴ്സിൽ രജിസ്റ്റർ ചെയ്തു. SD Hub OPC പ്രൈവറ്റ് ലിമിറ്റഡ് പൂർണ്ണമായും ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഏകദേശം 2 വർഷം മുമ്പ്, അതായത് 2024 ഏപ്രിൽ 1-ാം തീയതി അവർ ഡിജിറ്റൽ വാലറ്റ് ആരംഭിച്ചു. SDPയുടെ ലക്ഷ്യം 2028 ആകുമ്പോൾ ഒരു 100 കോടി യൂസേഴ്സ് എങ്കിലും വേണം എന്നുള്ളതാണ്. അതിനുവേണ്ടി കേസ് സ്റ്റഡിയിൽ അവർ മനസ്സിലാക്കിയ കാര്യം ജിയോ മുമ്പ് അനുവർത്തിച്ച അതേ സ്ട്രാറ്റജി തന്നെ പിന്തുടരാം എന്നുള്ളതാണ്. അന്ന് BSNL, ഐഡിയ, ഭാരതി എയർടെൽ, ടാറ്റ ഡോകോമോ തുടങ്ങിയ ഒരുപാട് കമ്പനികളുണ്ട്. ഈ കമ്പനികളെ മറികടക്കാൻ അവിടെ ജിയോയ്ക്ക് ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. ജിയോ തുടങ്ങിയ സെപ്റ്റംബർ 2016 മുതൽ അതേ സാമ്പത്തിക വർഷം മാർച്ച് 31 വരെ അവർ ഫ്രീ ഓഫർ പ്രഖ്യാപിച്ചു. വീണ്ടും അത് 2017 മാർച്ച് 31 വരെ നീട്ടി. എല്ലാവർക്കും ഫ്രീ ഡാറ്റ. അന്ന് ഒരു മാസം 1 GB ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഫ്രീ തന്ന് നമ്മളെ കൊണ്ട് ഒരു ദിവസം 1 GB 2 GB അങ്ങനെ ഉപയോഗിക്കുന്ന അവസ്ഥയിൽ എത്തിപ്പിച്ചിട്ട്
അവരതിന് ചാർജ് ചെയ്തപ്പോ അന്നും ഇന്നും ജിയോ ഒന്നാം സ്ഥാനത്താണ്. അതായത് 170 ദിവസം കൊണ്ടാണ് അവർ 10 കോടി രൂപയുടെ കസ്റ്റമർ സൃഷ്ടിച്ചത്. അതൊക്കെ ഒരു ലോക റെക്കോർഡായിട്ട് ഇന്ന് നിലനിൽക്കുകയാണ്. അതായത് ഫ്രീ കൊടുക്കുക, അതേ പാത തന്നെയാണ് SBI പിന്തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫ്രീ നൽകുക, വലിയ ക്യാഷ് ബാക്ക് നൽകുക. എല്ലാ UPI ആപ്പുകളിലും ഒരു വാലറ്റ് സിസ്റ്റം ഉണ്ട്. ആ വാലറ്റ് ഒരു കസ്റ്റമർ സൂക്ഷിക്കുന്ന പണം ആ മാനേജ്മെന്റ് അല്ലെങ്കിൽ മറ്റൊരാൾ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള റിസർവ് ബാങ്കിന്റെ ഒരു സംവിധാനമാണ് എസ്ക്രോ സംവിധാനം, എസ്ക്രോ അക്കൗണ്ട്. UPI ആപ്പുകളിലെ വാലറ്റുകളിലെ കസ്റ്റമേഴ്സ് സൂക്ഷിച്ചു വെക്കുന്ന സംഖ്യകള് ആപ്പ് മാനേജ്മെന്റിന് യാതൊരു തരത്തിലും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത് റിസർവ് ബാങ്കിന്റെ എസ്ക്രോ സംവിധാനത്തിൽ തന്നെയാണ്. അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി കമേഴ്ഷ്യൽ ബാങ്കുകളെയാണ് റിസർവ് ബാങ്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കസ്റ്റമറുടെ ഫണ്ട് അതാത് ബാങ്കിൽ അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിരിക്കും. ആരാണോ ആ ഫണ്ടിന് KYC കൊടുത്തത് ആ വ്യക്തിക്ക് മാത്രമേ ആ ഫണ്ട് പിൻവലിക്കാനോ കൈകാര്യം ചെയ്യാനോ കഴിയുള്ളൂ. ഈ സംവിധാനം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് വരെ ഒരു UPI ആപ്പ് വെച്ച് ഒരു സ്കാമും ഇന്ന് വരെ നടന്നതായിട്ട് തെളിവില്ല. സ്കാം അഡ്വൈസർ എന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റില് ഏതൊരു കമ്പനിയെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് അതിന്റെ ചില റിപ്പോർട്ടുകളും അതിന്റെ ഒരു ട്രസ്റ്റ് സ്കോറും ഒക്കെ കിട്ടും. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് 100-ൽ 100 ട്രസ്റ്റ് സ്കോർ എന്ന് കാണാം. മാർക്കറ്റിംഗ് കമ്പനി എടുത്തു നോക്കിയാൽ പലതും 50 താഴെയായിരിക്കും. ഈവൻ ഫോൺ പേക്ക് പോലും അത് 97. ഈ ഫോട്ടോയില് അവാർഡ് വാങ്ങുന്ന ആ വ്യക്തിയാണ് മിസ്റ്റർ ധവേൽ പട്ടേൽ. ഗുജറാത്തിലും രാജസ്ഥാനിലും 5 ലക്ഷത്തിലേറെ ആൾക്കാരെ കൊണ്ട് UPI ട്രാൻസാക്ഷൻ വ്യാപകമാക്കിപ്പിച്ചതിന്, അവരെ ചെയ്യിപ്പിച്ചതിന് അദ്ദേഹത്തിന് ഭാരത് നിർമ്മാൺ അവാർഡ് തുടങ്ങിയ ഒരു 4ഓളം അവാർഡുകൾ ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ആപ്പ് ഒരു UPI ആപ്പാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിന്റെ താഴെയുള്ള ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ആപ്പ് പൂർണ്ണമായും നമുക്ക് വാട്സപ്പ് പോലെ ഒരു സോഷ്യൽ മീഡിയ ആപ്പായിട്ട് മാറും. അത് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് സുരക്ഷയുണ്ട്. അതിപ്പോ ലൈവാണ്. നമുക്ക് ഓഡിയോ കോഡും വീഡിയോ കോഡുകളൊക്കെ വളരെ ക്ലാരിറ്റിയോടുകൂടിയും കമ്പാരിറ്റീവ്ലി വാട്സപ്പ് നമ്മൾ വളരെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഈ വാലറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് നോക്കാം. പ്രൊമോഷന് വേണ്ടി STPay നീക്കി വെച്ചിരിക്കുന്ന പ്രൊമോഷണൽ ചിലവുകളിൽ നിന്നാണ് ഇത് നൽകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരു കസ്റ്റമറുടെ ഫണ്ട് അവർക്ക് തൊടാൻ കഴിയില്ല. വാലറ്റിൽ നാം സൂക്ഷിക്കുന്ന പണം STPayക്ക് ഒരു തരത്തിലും കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ ഫണ്ട് എടുത്തിട്ടല്ല നമുക്ക് റിവാർഡ് തരുന്നത് എന്ന് മനസ്സിലാക്കുക. സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്ത് ഒരു ആപ്പിന് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ പറ്റുമോ? നമുക്ക് തീർച്ചയായിട്ടും ഒരു സംശയം ഉണ്ടാവും. അതിന് ഇന്ന് നിലവിൽ 1ാം സ്ഥാനത്തുള്ള ഒരു UPI ആപ്പായ ഫോൺപേയുടെ പ്രൊമോഷൻ എക്സ്പെൻസ് നമുക്കൊന്ന് നോക്കാം. ഫോൺപേ തുടങ്ങിയ 2018-19 വർഷം 1296 കോടി രൂപ ചെലവഴിച്ചു എന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. 2019-20 16.64 കോടി, 2020-21 534 കോടി. ഈ സമയത്ത് അവർക്ക് ലാഭമായി തുടങ്ങിയിട്ടില്ല. കയ്യിൽ നിന്നൊക്കെയാണ് ഇത്രയും കോടികൾ രൂപ അവർ ചെലവഴിച്ചിരുന്നത്. അതിനടുത്ത വർഷങ്ങളിലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 866 കോടി, 542 കോടി, അങ്ങനെ എല്ലാ വർഷവും അവർ 500 കോടിക്ക് മുകളിൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷവും കൂടി അവർ ചെലവഴിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഫോൺപേ ആപ്പില് നമ്മൾ റെഫർ ആൻഡ് ഏൺ എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജ് വരും. അതിന്റെ താഴെ ഒരു സ്ക്രോൾ ന്യൂസ് പോകുന്നത് നിങ്ങൾക്ക് കാണാം. കഴിഞ്ഞ മാസം അവര് 10 കോടി രൂപ ക്യാഷ് ബാക്ക് ആയി മാത്രം തന്നെ നൽകി എന്നുള്ളതാണ് അവരവിടെ പറയുന്നത്. ക്യാഷ് ബാക്ക് ആയി 10 കോടി രൂപ ഈ ഒരു ഘട്ടത്തിലും ഇത്രയും വർഷമായിട്ട് അവർ കൊടുത്തു. ഇപ്പോൾ അവര് ലാഭത്തിനാണെങ്കിലും തുടക്കത്തിൽ അവർ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് ഇത്രയും കോടി ചെലവാക്കിയത്. അതുപോലെ വളർച്ച ആഗ്രഹിക്കുന്ന ഏതൊരു ആപ്പിനും അങ്ങനെ ചെയ്യാൻ കഴിയും. പക്ഷെ അതിനുള്ള ഒരു കാഴ്ചപ്പാടും സെറ്റപ്പും ഒക്കെ വേണമെന്ന് മാത്രം. പക്ഷേ നമുക്ക് ഫോൺപേ ഇത്രയും കോടി ചെലവാക്കിയത് കൊണ്ട് അത്ര വലിയ മെച്ചമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ 80-ലേറെ ആപ്പുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും കേവലം നമുക്ക് 2 കൈവിരലിൽ മാക്സിമം എണ്ണാവുന്ന ആപ്പുകളെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. കാരണം പണം ഫ്രീ കൊടുത്തിട്ട് പ്രൊമോട്ട് ചെയ്തവരെ മാത്രമാണ് നമ്മൾ അറിയുന്നത്. അല്ലാത്ത പല ഫിൻടെക് കമ്പനികളെ പോലും നമ്മൾ അറിയുന്നില്ല. അങ്ങനെ അറിയാത്ത ഒരു കമ്പനിയിൽ ഒന്നായി പോയി അവസാനിച്ചു പോകാതിരിക്കാനാണ് STPay വളരെ കാഴ്ചപ്പാടോടുകൂടി ഓരോ ആൾക്കാർക്കും ഓരോ കസ്റ്റമേഴ്സിനും വലിയ അളവിൽ ക്യാഷ് ബാക്ക് നൽകുന്നത്. ക്യാഷ് ബാക്ക് ഓൺ ഹോൾഡിംഗ് ഫണ്ട്സ്, അതാണ് STPay ചെയ്യുന്നത്.
ഒരു കസ്റ്റമർ അവരുടെ വാലറ്റിൽ സൂക്ഷിക്കുന്ന സംഖ്യക്ക് അനുസരിച്ചിട്ടാണ് SBI ക്യാഷ് ബാക്ക് നൽകുന്നത്. അത് 4 സ്ലാബുകളിലായിട്ടാണ് നൽകുന്നത്. 1000 രൂപ മുതൽ 25,000 രൂപ വരെ വാലറ്റിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ദിവസേന 0.15% റിവാർഡ് പോയിന്റ്സ് ലഭിക്കും. ഒരു റിവാർഡ് പോയിന്റ് 1 രൂപയ്ക്ക് തുല്യമാണ്. 0.15% എന്നാൽ അത് പ്രതിമാസം 4.5% വരും. ഇത് പലിശയല്ല, ക്യാഷ് ബാക്ക് ആണെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക. അത് ROE അല്ല, ക്യാഷ് ബാക്ക് തന്നെയാണ്. നമ്മുടെ റിവാർഡ് പോയിന്റുകളൊക്കെ എപ്പോ വേണമെങ്കിലും 4 സെക്കൻഡ് കൊണ്ട് നമുക്ക് പിൻവലിക്കാൻ പറ്റും. സ്വന്തം ബാങ്കിലേക്ക് എടുക്കാനോ ചെലവഴിക്കാനോ കഴിയും. ഇനി അടുത്ത സ്ലാബ് നോക്കുകയാണെങ്കിൽ 25,001 മുതൽ 1,00,000 രൂപ വരേക്ക് ദിവസേന 0.2% ആണ് റിവാർഡ് പോയിന്റ് കിട്ടുന്നത്. അത് പ്രതിമാസം 6% തുല്യമാണ്. ഇനി മൂന്നാമത്തെ സ്ലാബ് നോക്കുമ്പോൾ 1,01 മുതൽ 5,00,000 രൂപ വരെയാണ്. ഡെയിലി 0.25% വെച്ച് നമുക്ക് ലഭിക്കും. അത് പ്രതിമാസം 7.5%. ഒരു മാസം 7.5%. നമ്മുടെ ഫണ്ട് നമ്മുടെ കയ്യിൽ എപ്പോ വേണമെങ്കിലും പിൻവലിക്കാവുന്ന അവസ്ഥയിൽ വെച്ചിട്ടാണ് ഇത് ലഭിക്കുന്നത് കൂടി ഈ ഒരു സമയത്ത് ഓർക്കണം. ഇനി ലാസ്റ്റ് സ്ലാബ് 5 ലക്ഷത്തിന് മുകളിൽ ഉള്ളതാണ്. 0.3% ഡെയിലി കിട്ടും. മാസം അവിടെ 9% കിട്ടും. ഇങ്ങനെ നമ്മളുടെ ഫണ്ട് നമ്മളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത്രയൊരു വരുമാനം കിട്ടുക എന്നുള്ളത് ഒരു അത്ഭുതമാണ് ശരിക്ക്. വാലറ്റിലെ ഫണ്ട് നമ്മൾ വെച്ചതിന് ശേഷം 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അതിന്റെ റിവാർഡ് പോയിന്റ് സ്റ്റാർട്ട് ആവുക. ഇനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 1000 രൂപ വാലറ്റിൽ കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് 1.5 RP വെച്ച് ദിവസം ലഭിക്കും. ഒരു മാസത്തിന് 45. 2026 ഏപ്രിൽ 30 വരെ, അതായത് ഇനി ഒരു മാസം കൂടി മറ്റൊരു ക്യാഷ് ബാക്ക് കൂടി നമുക്ക് ലഭിക്കും. നമ്മുടെ വാലറ്റിൽ സൂക്ഷിക്കുന്ന സംഖ്യ 30 എത്രയായിക്കോട്ടെ, അത് 30 ദിവസം അതിൽ കുറയാതെ നമ്മൾ നിലനിർത്തിയാൽ നമുക്ക് ആകെ ആ മാസം കിട്ടിയതിന്റെ 50% 30 ദിവസം കഴിയുമ്പോൾ ഒറ്റത്തവണയായിട്ട് നമുക്ക് ലഭിക്കും. അപ്പൊ 1000 രൂപയ്ക്ക് ഒരു മാസം 45 രൂപ RP കിട്ടും. പ്ലസ് അതിന്റെ 50% മാസാവസാനം 22.5 RP കൂടി കൂട്ടിയിട്ട് ഒരു മാസം 67.5 RP കിട്ടും. ഇനി അടുത്ത സ്ലാബ് എന്ന് പറയുമ്പോൾ 25,000 മുകളിലുള്ളതാണ്. അതിൽ മിനിമം 25,001 രൂപയെങ്കിലും നമ്മുടെ വാലറ്റിൽ ഉണ്ടെങ്കിൽ ദിവസേന 50 RP വെച്ച് നമുക്ക് ലഭിക്കും. ഒരു മാസം 1,500. ഇനി അതിന്റെ പകുതി 50% എക്സ്ട്രാ ക്യാഷ് ബാക്കും കിട്ടും. അപ്പൊ അത് 750. ആകെ ഒരു മാസം 2,250. ഇനി 1,01,000 രൂപ നമ്മുടെ വാലറ്റിൽ ഉണ്ടെങ്കിൽ ഒരു ദിവസം 250 റിവാർഡ് പോയിന്റ് ലഭിക്കും. അപ്പൊ ഒരു മാസത്തിന് 7,500 റിവാർഡ് പോയിന്റ്. ആ 1,01,000 രൂപ 30 ദിവസം തുടർച്ചയായിട്ട് നമുക്ക് വാലറ്റിൽ വെക്കാൻ കഴിഞ്ഞാൽ എക്സ്ട്രാ റിവാർഡ് പോയിന്റ് ആയിട്ട് 30 ദിവസം കിട്ടിയതിന്റെ 7,500ന്റെ പകുതി 50% കൂടി 11,250 രൂപ നമുക്ക് ലഭിക്കും. 1,01,000. ഇനി ഒരു മാസവും കൂടെ ഈ എക്സ്ട്രാ ക്യാഷ് ബാക്ക് ഉള്ളൂ എന്ന് ഓർക്കുക. ഇനി 5,01,000 രൂപ വാലറ്റിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ദിവസേന 1,500 RP വെച്ച് ലഭിക്കും. അത് ഒരു മാസം 45,000. ഒരു മാസം കണ്ടിന്യൂസ് അത് സൂക്ഷിക്കുകയാണെങ്കിൽ എക്സ്ട്രാ റിവാർഡായിട്ട് അതിന്റെ 50% 22,500 കൂടി ചേർത്ത് 67,500 റിവാർഡ് പോയിന്റ്. ഗംഭീരമായ ഒരു വരുമാനമാണ്. ക്രിപ്റ്റോ കമ്പനികൾക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു വരുമാനമാണ് ഇത് ലഭിക്കുന്നത്. 2028 മാർച്ച് 31 വരെയാണ് നമുക്ക് ലഭിക്കുക. അത് കഴിഞ്ഞാൽ ആപ്പിൽ നിന്ന് മറ്റ് ക്യാഷ് ബാക്കുകളും മറ്റൊരുപാട് സൗകര്യങ്ങൾ വരും. ആപ്പ് അത് തുടർന്ന് മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇന്ന് തന്നെ SBI നമ്മൾ ഉപയോഗിച്ച് തുടങ്ങേണ്ടത് എന്തിനാണ്? പേയ്മെന്റ് ആവശ്യങ്ങൾക്കുള്ള ഒരു സുരക്ഷിത ആപ്പ് എന്നതിലേറെ നമ്മുടെ ബാങ്കില് നിശ്ചലമായിട്ടിരിക്കുന്ന ബാലൻസ് ഉണ്ട്. അത് നമുക്കൊരു നിത്യ വരുമാനമാക്കി മാറ്റാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇത് ഒരു നിയമസാധുതയുള്ള പ്ലാറ്റ്ഫോമാണ്. റിസർവ് ബാങ്കിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ രൂപ വെച്ച് ഇത്തരത്തിലുള്ള പ്രോഗ്രാം ചെയ്യാൻ കഴിയുള്ളൂ, ഒരു ആപ്പ് വർക്ക് ആവുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കുക. ഇതിൽ ഒരു തരത്തിലുള്ള ഒരു മണി സർക്കുലേഷൻ സ്കീമും ഇല്ല. അടുത്തത്, ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു മാസീവായ ഒരു പാസീവ് ഇൻകം 100% നിയമപരമായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ഇന്ത്യയിലുള്ള ഒരു മാർക്കറ്റിംഗ് കമ്പനിക്ക് നൽകാൻ കഴിയാത്ത വരുമാനം ഈ പ്ലാറ്റ്ഫോമിലൂടെ പലരും സ്വായത്തമാക്കി കഴിച്ചിട്ടുണ്ട്. ഇനി നാം ഡിജിറ്റൽ ഇന്ത്യയും മേക്കിംഗ് ഇന്ത്യയും പിന്തുണയ്ക്കുക എന്നുള്ളൊരു കാര്യം കൂടി അതോടൊപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരിട്ട് ലിങ്ക് ഷെയർ ചെയ്യുന്ന അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 30% നമുക്ക് ലഭിക്കും. നമ്മൾ എത്ര പേർക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ ലിങ്ക്, ഫോൺ പേയുടെ ലിങ്ക് പോലെ തന്നെ ഇതിന്റെ ലിങ്കും കൊടുക്കാം.
അത് വെച്ച് ആപ്പ് രജിസ്റ്റർ ചെയ്ത് അവർ വാലറ്റിൽ എന്തെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ കിട്ടുന്ന വരുമാനം കിട്ടുന്നതോടൊപ്പം നമുക്കും അതേ സമയം അതിന്റെ 30% ലഭിക്കും. അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. അതായത് നമ്മൾ നേരിട്ട് ലിങ്ക് ഷെയർ ചെയ്ത ആൾക്കാരാണ് നമ്മളുടെ ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത്. അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 30% നമുക്ക് യഥാസമയം ലഭിക്കും. ഇനി നമ്മൾ ലിങ്ക് ഷെയർ ചെയ്ത നമ്മളുടെ ഒന്നാമത്തെ ലെവലുള്ള ആൾക്കാർ ലിങ്ക് ഷെയർ ചെയ്തിട്ട് ആപ്പ് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരാണ് രണ്ടാമത്തെ ലെവലുള്ള ആൾക്കാർ. രണ്ടാമത്തെ ലെവലിലുള്ളവർക്ക് ലഭിക്കുന്നതിന്റെ 20% നമുക്ക് ലഭിക്കും. മൂന്നാമത്തെ ലെവലിൽ ലഭിക്കുന്ന ആൾക്കിന്റെ 15% ലഭിക്കും. ഇനി നാലാമത്തെ അഞ്ചാമത്തെ ലെവലുള്ള ആൾക്കാർക്ക് ലഭിക്കുന്ന റിവാർഡ് പോയിന്റിന്റെ 10% വീതം നമുക്ക് ലഭിക്കും. ഇനി 6, 7, 8, 9 ലെവലുകളിൽ ഉള്ള ആൾക്കാർക്ക് ലഭിക്കുന്ന റിവാർഡ് പോയിന്റിന്റെ 5% വീതം നമുക്ക് ലഭിക്കും. 10 മുതൽ 15 വരെ ഉള്ളവർക്ക് ലെവലിലുള്ളവർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 3% നമുക്ക് ലഭിക്കും. ഇനി അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ നേരിട്ട് 2 പേരെ സ്പോൺസർ ചെയ്താലാണ് നമുക്ക് ഒന്നാമത്തെ ലെവലിലുള്ള വരുമാനം ലഭിച്ചു തുടങ്ങുക. രണ്ടാമത്തെ ലെവലിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും 2 പേരെ കൂടി സ്പോൺസർ ചെയ്യണം. അങ്ങനെ ഓരോ ലെവലിലും നമ്മൾ നേരിട്ട് 2 പേർക്കെങ്കിലും ലിങ്ക് കൊടുത്ത് ആപ്പ് രജിസ്റ്റർ ചെയ്ത് ഒരു 1000 രൂപയെങ്കിലും അതില് ആ വാലറ്റിൽ കീപ്പപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ലെവലുള്ള ഇൻകം കിട്ടുക. ഇനി മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം നമ്മളുടെ ടീം അംഗങ്ങളിൽ നിന്നും കിട്ടും ആ കിട്ടിയ സംഖ്യ, ആ സംഖ്യയുടെ ഇരട്ടിയെങ്കിലും നമ്മളുടെ വാലറ്റിൽ നമ്മൾ സൂക്ഷിക്കണം. ഇനി എല്ലാവരുടെയും ഒരു സംശയമാണ്, എങ്ങനെ ഇത്രയധികം റിവാർഡ് കൊടുക്കൂ, എന്തിനാണ് ഇത് കൊടുക്കുന്നത്? അതിനുള്ള ഉത്തരം ഇതാണ്: കൂടുതൽ യൂസേഴ്സിനെ സൃഷ്ടിക്കാൻ. ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവമായതുപോലെ തന്നെ ഈ ആപ്പും നമ്മളുടെ ഒരു സ്വഭാവമാക്കിയിട്ട് മാറ്റാൻ, എന്നിട്ട് ഓരോ ആൾക്കാരിൽ നിന്നും മൾട്ടിപ്ലൈ ട്രാൻസാക്ഷൻ നടത്തിപ്പിക്കാൻ, അങ്ങനെ അവർക്ക് കോടിക്കണക്കിന് ലാഭം ഉണ്ടാക്കാൻ. ഇനി അടുത്തൊരു സംശയം, എവിടുന്ന് എടുത്തിട്ടാണ് ഇത്ര മാത്രം റിവാർഡ് കൊടുക്കാൻ കഴിയുന്നത് എന്നാണ്. അതിനുള്ള ഒരേ ഒരു ഉത്തരം, പ്രൊമോഷന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് കോസ്റ്റ് ആയിട്ട് അവർ നീക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫണ്ടിൽ നിന്നാണ് നമുക്ക് ഈ ഫണ്ട് എടുത്തു തരുന്നത്. ശരിക്കു പറഞ്ഞാൽ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് അവർ ചെയ്ത് നമുക്ക് തരുന്നത്. അത് സാധാരണഗതിയിൽ വിശ്വസിക്കാൻ പ്രയാസം വരും. പക്ഷെ അത് ജിയോ ചെയ്തിട്ടുണ്ട്, ഫോൺ പേ ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്, പേടിഎം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വളർന്നു വന്നവരൊക്കെ ചെയ്ത അതേ കാര്യം തന്നെ മറ്റൊരു തരത്തിൽ ഇവിടെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ക്ഷണിച്ച വ്യക്തിയിൽ നിന്ന് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് വാങ്ങിയിട്ട് രജിസ്റ്റർ ചെയ്യുക. ആധാർ, പാൻ കാർഡ്, ഫോട്ടോ എന്നിവ ഉപയോഗിച്ചിട്ട് KYC കൊടുക്കുക. കമ്പൽസറി ആണ്. വാലറ്റിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുകയും കൂടി വേണം. അടുത്തത്, ആക്സിസ് ബാങ്കിൽ നമുക്കൊരു വിർച്വൽ അക്കൗണ്ട് കിട്ടും. അതിലേക്കാണ് നമ്മൾ ക്യാഷ് ആഡ് ചെയ്യേണ്ടത്. അത് അതേ സമയം തന്നെ തത്സമയം തന്നെ അത് വാലറ്റിൽ റിഫ്ലക്ട് ആവും. അത്രേ ഉള്ളൂ. സ്വന്തമായിട്ട് റിവാർഡ് പോയിന്റ് കിട്ടുന്നതിന് ഒരാൾക്ക് പോലും നമ്മൾ ഒരു ലിങ്ക് കൊടുക്കുകയോ ഒരാളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇനി അപ്കമിങ് എക്കോസിസ്റ്റം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ളത്? SD ചാറ്റ് ആരംഭിച്ച് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വാട്സപ്പിന് തുല്യമായ സോഷ്യൽ മീഡിയ. SD ഫുഡ് ഈ വർഷം തന്നെ, ഈ 2026 ജനുവരി 15 ട്രയൽ റൺ ഗുജറാത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് അങ്ങനെ വിജയകരമെന്ന് അവർക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുമ്പോൾ അവർ ഇന്ത്യയുടെ മറ്റെല്ലാ ഭാഗത്തും അത് ആരംഭിക്കും. അതുപോലെയുള്ള ഒട്ടനവധി സർവീസുകൾ വരും. ക്യാബ് സർവീസുകൾ, ലോക്കലൈസ്ഡ് കൊമേഴ്സ് പ്ലാറ്റ്ഫോം, 200-ലേറെ സർവീസുകളും പ്രൊഡക്റ്റുകളും ഈ ഒരൊറ്റ ആപ്പിലൂടെ അവര് കൈകാര്യം ചെയ്യും. അതാണ് ഇവരുടെ ലക്ഷ്യം. കീ അഡ്വാൻറ്റേജസ്: ഫണ്ട് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പിൻവലിക്കേണ്ട സമയത്ത് അതിനൊരു ലിക്വിഡിറ്റി പ്രോബ്ലം വരുന്നില്ല. എപ്പോൾ വേണമെങ്കിൽ നമുക്കത് പിൻവലിക്കാൻ പറ്റും. ക്യാഷ് വാലറ്റിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ട് 24 മണിക്കൂർ അല്ലെങ്കിൽ 7 ദിവസം. അത് കഴിഞ്ഞാൽ വാലറ്റിൽ നിക്ഷേപിച്ച തുക എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരു കണ്ടീഷനും ഇല്ലാതെ വെറും 4 സെക്കൻഡ് മതി. 4 സെക്കൻഡിനോട് നമുക്ക് തിരിച്ച് ബാങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കടകളിലോ എവിടെ വേണമെങ്കിലും ചെലവഴിക്കാം. അതിന് യാതൊരു തരത്തിലുള്ള ഫീസില്ല, ഒരു ചാർജ് ഇല്ല, ഹിഡനായ ഒരു അജണ്ടയില്ല, കിഴിവുകൾ വരുത്താനായ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു തരത്തിലുള്ള പോളിസികളും ഇല്ല. ലഭിക്കുന്ന റിവാർഡ് പോയിന്റുകൾ, നമ്മുടെ വാലറ്റ് ബാലൻസ്, ഇതൊക്കെ നമ്മുടെ ബില്ലുകൾ അടയ്ക്കാൻ, മറ്റ് ചെലവ് ചെയ്യാൻ, അല്ലെങ്കിൽ 4 സെക്കൻഡ് കൊണ്ട്, വെറും 4 സെക്കൻഡ് കൊണ്ട് തിരിച്ച് നമ്മുടെ ബാങ്കിലേക്ക് എടുക്കുന്നതിനും നമുക്ക് സാധിക്കും. പ്രാഥമികമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്നാണ് കരുതുന്നത്.
കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത് ആരാണോ അവരുമായി ബന്ധപ്പെടുക. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.